Hi everyone, welcome back to Hacker. I'm Rizwan Ramzan Ahmad. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈ ഒരു സീരീസിൽ എങ്ങനെ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം, മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ വീഡിയോസിന്റെയും ഒരു പ്ലേലിസ്റ്റ് ഞാനിവിടെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. If you want, you can check it out over here if you haven't watched any of that. And if you're new here, please make sure you subscribe to the channel as well. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ആസ് എ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ആസ് എ ചാനൽ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. എങ്ങനെ വിത്തൗട്ട് മച്ച് ഓഫ് എൻ എഫേർട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആൾക്കാരെ കൊണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മിക്ക ചാനൽസും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സിഗ്നേച്ചർ എൻട്രി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, അവർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ഇനീഷ്യൽ ഇൻട്രോ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. എല്ലാ വീഡിയോസിലും സെയിം ഫ്ലോ അല്ലെങ്കിൽ സെയിം ഒരു പാറ്റേൺ അല്ലെങ്കിൽ സെയിം ഒരു കാര്യമായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ദെയർ ഐഡന്റിറ്റി. അല്ലെങ്കിൽ നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സിഗ്നേച്ചർ എൻട്രി അവരുടെ മനസ്സിലുണ്ടാവും. സെക്കൻഡ് തിങ് ഇസ് സിഗ്നേച്ചർ എക്സിറ്റ്. ഇതേപോലെ തന്നെ തുടങ്ങിയാൽ മാത്രം പോരാ, ഔട്ട്രോ അഥവാ എക്സിറ്റ് എന്ന് പറയുന്നതിനും ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാം. സോ ഓട്ടോമാറ്റിക്കലി പുതുതായിട്ടുള്ള ഒരു കാര്യം കാണുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും, ഇത് പറയുന്ന ആളല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളല്ലേ എന്നൊക്കെ എന്തുണ്ടാവും ശ്രദ്ധിക്കും. സോ ഉദാഹരണത്തിന് നിങ്ങൾ ഈ സീരീസിൽ ഏതൊരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണും, ഞാൻ തുടങ്ങിയിട്ടുള്ളത് സെയിം സ്റ്റൈലാണ്, എൻഡ് ചെയ്തിട്ടുള്ളതും സെയിം സ്റ്റൈലാണ്. തുടങ്ങിയിട്ടുള്ളത് ഹാവ് വെൽക്കം ടു ഹാക്ക്, ഐം റിസ്വാൻ റംസാൻ എന്ന് പറഞ്ഞിട്ടാണ്. എൻഡ് ചെയ്തിട്ടുള്ളത് സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ ആൻഡ് സീറോ പ്രീച്ചസ് പറഞ്ഞിട്ടാണ്. സോ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ സിഗ്നേച്ചർ എൻട്രി ആൻഡ് എ സിഗ്നേച്ചർ എക്സിറ്റ്. തേർഡ് തിങ് ഈസ് നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോന്റെ സ്റ്റൈൽ യൂണിഫോം ആണെന്നുള്ളത് എൻഷുർ ചെയ്യുക. നിങ്ങളുടെ പെർട്ടിക്കുലർ ആക്സെന്റിൽ സംസാരിക്കണം അല്ലെങ്കിൽ പെർട്ടിക്കുലർ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റം നിർബന്ധമില്ല. Just go with it, be authentic and just give that to the world. കാരണം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഐഡന്റിറ്റി ആയിട്ട് മാറും, ഈവൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്ന വെച്ചാൽ സിഗ്നേച്ചർ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യുന്നത് പോലെ ഒരു കോമൺ ഫോണ്ട്, ഒരു കോമൺ ബ്രാൻഡ് കളർ, ഒരു കോമൺ തീം, ഒരു കോമൺ ടൂൺ ഒക്കെ, ഒരു കോമൺ ഈവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ, മ്യൂസിക് ചോയ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ വരുന്ന സമയത്തായിട്ടും ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ മാർക്കറ്റേഴ്സിന്റെ ഭാഷയിൽ പറയും ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. നിങ്ങൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സാധനം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇഫ് പോസിബിൾ യു കെൻ ഡു ഇറ്റ്. ബട്ട് അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന്റെ തീമും വോയിസും ആർക്കിടൈപ്പിനും മാച്ച് ചെയ്യുന്ന തരത്തിലേക്കായിട്ട് ഒരു തീം അവിടെ സെറ്റ് ചെയ്യുക. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോണ്ട്, ദ കളേഴ്സ് യൂസ്, ഫോണ്ട് പെയറിംഗ് എല്ലാം അവിടെ വരും. ഈവൻ ഫോണ്ട് സൈസിങ് അടക്കം വരും. എലമെന്റ്സും അതേപോലെ തന്നെ ഈവൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐക്കൺസിന്റെ ഒരു രീതി ഉണ്ടാവില്ല, അതടക്കം അവിടെ മാച്ച് ആവുന്ന രീതിയിലേക്കായിട്ട് എപ്പോഴും യൂണിഫോം ആയിട്ടൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് അത് നിങ്ങൾ കാണുന്ന സമയത്ത് അറിയാം ഇത് നിങ്ങളുടെ വീഡിയോസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വരുന്ന കണ്ടന്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നിങ്ങളോട് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാണ്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ബ്രാൻഡിങ്ങിന്റെ എലമെന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു യൂണിഫോം ആയിട്ടുള്ള സിഗ്നേച്ചർ എൻട്രിയും എക്സിറ്റും നിങ്ങളുടെ വീഡിയോസിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കാം. സോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. അങ്ങനെയാണെന്ന് കമന്റ് ഡൗൺ ബിലോ. ആൻഡ് അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ജസ്റ്റ് ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീറോ പ്രീച്ചസ്.